മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പി.വി. അൻവർ എം.എൽ.എയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കെ രമ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. ഇന്നോവ മാഷ അള്ള എന്നാണ് രമ ഫേസ്ബുക്കിൽ കുറിച്ചത്. ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ളതാണ് രമയുടെ പോസ്റ്റ്. ടി.പി. വധക്കേസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ഉപയോഗിച്ച മാഷ അള്ള സ്റ്റിക്കർ ഏറെ ചർച്ചയായിരുന്നു. കൊലയാളി സംഘം സഞ്ചരിച്ച ഇന്നോവ കാറിന് പിന്നിലായിരുന്നു ഇത്തരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് രമയുടെ പോസ്റ്റ്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത്. അൻവറിനെ തേടിയും ഇന്നോവ എത്തുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ടെന്നും ചിലർ കുറിച്ചിട്ടുണ്ട്. അതേസമയം റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ ടി.പി. ചന്ദ്രശേഖരനെ വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്. 2012 മെയ്യിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു പി.വി. അൻവർ. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 100-ൽ നിന്നും 0-ആയെന്നും പിണറായി എന്ന സൂര്യൻ കെട്ടുപോയെന്നും പി.വി. അൻവർ പറഞ്ഞിരുന്നു. പിണറായി വിജയനെ കണ്ടത് അച്ഛന്റെ സ്ഥാനത്താണ്, എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചെന്നടക്കം അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള അർഹതയില്ലെന്നും ഒഴിയണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരുന്നു. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് കുറ്റപ്പെടുത്തിയ പി.വി. അൻവർ മൂക്കിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും പിണറായിക്ക് അറിയില്ലെന്നും വിമർശിച്ചു. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും അൻവർ പരിഹസിച്ചു. CPM-ൽ അടിമത്തമാണ് നടക്കുന്നത്. മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടിയാകാം ഇതെല്ലാം. പാർട്ടിയിൽ ഒരു റിയാസ് മാത്രം മതിയോ എന്നും സഖാക്കൾ ഇത് ആലോചിക്കണമെന്നും അൻവർ ചോദിക്കുന്നുണ്ടായിരുന്നു. കാട്ടുകള്ളൻ ശശിയാണ് മുഖ്യമന്ത്രിയെ വികൃതമാക്കുന്നതെന്നും നിലമ്പൂർ MLA കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം MLA സ്ഥാനം രാജിവെക്കുമെന്ന സൂചനകൾ അൻവർ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. MLA പദവി രാജിവെക്കുമെന്ന് ആരും കരുതേണ്ടെന്നും ജനങ്ങളാണ് ആ 3 അക്ഷരം തനിക്ക് നൽകിയതെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ പുതിയ പാർട്ടി പ്രഖ്യാപന സാധ്യത തള്ളാതെയായിരുന്നു പി.വി. അൻവറിന്റെ വാർത്താ സമ്മേളനം നടന്നത്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുമെന്നറിയിച്ച അൻവർ തന്റെ അടുത്ത നീക്കം അന്ന് ജനങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിരുന്നു. പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇടതുപക്ഷ MLA ആയ പി.വി. അൻവറിൽ നിന്നും ഉണ്ടായത്. കൂടാതെ വളരെ ഗൗരവമായ കാര്യങ്ങളാണ് പി.വി. അൻവർ MLA ഇതുവരെ ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് കെ രമ പ്രതികരിച്ചത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് വർഷങ്ങളായി താനും RMPയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും രമ വ്യക്തമാക്കി. കാര്യമില്ലാതെ ഒരു ഭരണപക്ഷ MLA സർക്കാരിനും പാർട്ടിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കില്ല. ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും രമ പറഞ്ഞു. ചന്ദ്രശേഖരനും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അതേസമയം പി.വി. അൻവർ RMPയിൽ ചേരുമെന്ന അഭ്യൂഹം ശരിയല്ലെന്നും രമ പ്രതികരിച്ചിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.